നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. രത്നങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു കാര്യമാണല്ലേ. അതായത് വജ്രം, മുത്തുകൾ, ഇവയൊക്കെ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് വളരെയധികം ഇഷ്ടമുള്ളതാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ ഈ രത്നത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. രത്നം ധരിക്കണം അല്ലെങ്കിൽ ജെമോളജിസ്റ്റിനെ കാണണം എന്നൊക്കെ കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ നമുക്ക് നിരവധി സംശയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. എന്നാലും ഇന്ന് ഗൃഹപാഠത്തിൽ ചർച്ച ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് മനുഷ്യരിൽ സൗഭാഗ്യരത്നങ്ങളുടെ സ്വാധീനം. അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത ആസ്ട്രോ ജെം കൺസൾട്ടന്റ് ഡോക്ടർ ബാബുരാജ് പാമ്പൂർ. നമുക്ക് അദ്ദേഹത്തെ ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സർ, ഇന്ത്യയിൽ രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ വാങ്ങി സൂക്ഷിക്കുന്നത് എനിക്ക് തോന്നുന്നു അക്ഷയ തൃതീയയ്ക്കാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ബിസിനസ് ട്രിക്കാണോ എന്ന് തോന്നാറുണ്ട്. അതോ ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ സാർ? തീർച്ചയായിട്ടും ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിൽ തന്നെ നിലനിന്നിരുന്ന കുറേ വിശ്വാസങ്ങളുണ്ട്. അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ച ശ്രീ ശങ്കരാചാര്യർ ധനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കനകധാര ശോസ്ത്രം എന്ന് പറഞ്ഞൊരു ശോസ്ത്രം ഉണ്ട്. കനകധാര ലക്ഷ്മി ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അതിനെ ആസ്പദമാക്കി ഉള്ള ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. ആ ദിവസങ്ങളിൽ എന്ത് വാങ്ങിയാലും വർദ്ധിക്കുമെന്നുള്ള വിശ്വാസം പുരാതന കാലം മുതലേ ഉണ്ട്. പക്ഷെ ഇത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് ഇന്ന് ജൂവലറി മുഖേനയും അതുപോലെ തന്നെ പ്രോപ്പർട്ടി എക്സ്പോ മുഖേനയൊക്കെയാണ്. അക്ഷയ തൃതീയക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് വളരെയധികം നല്ലതാണ്. അതുപോലെ ഈ ജുവൽസ് എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ പേരിനെങ്കിലും അന്ന് കോയിൻസൊക്കെയാണ് കൂടുതലുണ്ടാവുക. അതൊരു ഐശ്വര്യത്തിൻ്റെ ദിവസം തന്നെയാണ്. ഒരു പരിധി വരെ മേടിച്ച് സൂക്ഷിക്കലും അതുപോലെ തന്നെ രാജകുടുംബങ്ങളിലും ഇതൊക്കെ സൂക്ഷിക്കലൊക്കെ ആ ദിവസം വളരെയധികം ഉണ്ടായിരുന്നു. അത് വിപണിക്കാർ കൊണ്ടുവന്നിട്ടുള്ളതല്ല, ഈ ഭാരത സംസ്കാരത്തിൽ പെട്ട ഒരു ദിവസം തന്നെയാണ്. പക്ഷേ അന്ന് കുറേ വാങ്ങിയിട്ട് അത് ഇരട്ടിക്കോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. കാരണം ഓരോ വ്യക്തികളുടെ ആസ്തിക്കനുസരിച്ച് ആവാം. കാരണം ഇതൊരു അന്ധവിശ്വാസമല്ല, കാരണം നിലനിന്നിരുന്ന ഒരു സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ആ ദിവസം. ഐശ്വര്യം തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. അന്ന് നെല്ലുകൾ കൂടുതൽ അളക്കല്, അതുപോലെ തന്നെ കൃഷിഭൂമി വാങ്ങല്, പാട്ടം മേടിക്കല്, കൊടുക്കല്. പണ്ട് ഈ പാശ്ചാത്യ സംസ്കാരത്തിലുണ്ടായിരുന്ന പാസ്റ്റർ സമ്പ്രദായം ഉണ്ടായിരുന്നപ്പോൾ കൂടുതൽ വാങ്ങുന്ന ദിവസം, അതിന്റെ പാട്ടം മേടിക്കുന്ന ദിവസമൊക്കെ അക്ഷയ തൃതീയ. ഇതിന്റെ ബേസ് വരുന്നത് കനകധാര ശോസ്ത്രം എന്നുള്ള ഒരു മന്ത്രത്തിൽ നിന്നാണ്. അപ്പം അന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നല്ലതാണെന്ന് പറയുന്നു. കാരണം എന്ത് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളുടെ മനസ്സാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് ഇതിൻ്റെ കാരണം. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വളരെയധികം ഗുണം ചെയ്യും. ഇപ്പം ഏത് രത്നം വാങ്ങിയാലും അത് ഇത്ര ദിവസം അമ്പലത്തിൽ വെച്ച് പൂജിക്കണം, അത്രയും ദിവസം വെക്കണം എന്നൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ശരിക്കും അങ്ങനെ വെക്കണോ സാർ? എന്തിനു വേണ്ടി സാർ? നമുക്ക് ഇതിലേക്ക് വരെ ഒരു കോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ മാഡം, എന്റെ പേര് പ്രവീൺ എന്നാണ്. ഞാൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. നമസ്കാരം പ്രവീൺ, പറയൂ. സാർ, എന്റെ 4 രോഹിണിയാണ്. ഒന്ന് ഉറക്കെ പറയൂ. 4 രോഹിണിയാണ്. ജനുവരി 8 1990 രാവിലെ 11:20 ജനനം. അപ്പൊ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കല്ല് ഏതാണെന്ന് അറിയാനാണ്. എന്ത് പർപ്പസിനാണ് നമുക്ക് സ്റ്റോൺ വേണ്ടത്? വിദ്യാഭ്യാസം നേരെയാവാൻ, വിദ്യാസംബന്ധമായിട്ട്. ഓക്കെ. നമുക്ക് രോഹിണി എന്ന് പറയുന്നത് ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 22 വയസ്സ്. 22. ഓക്കെ. ഇത് അക്കൗണ്ടിങ് അങ്ങനെ എന്തെങ്കിലും ആണോ പഠിക്കുന്നത്? കൂടുതൽ ഓർമ്മ നിൽക്കേണ്ട കാര്യങ്ങളാണോ പഠിക്കുന്നത്? അങ്ങനല്ല, അത് മാത്രല്ല, കുറച്ചുകൂടി വിദ്യാഭ്യാസമായിട്ട് ഉയരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇപ്പൊ ജ്യോതിഷപരമായിട്ട് പറയണ രാഹുർദേശയുടെ സമയമാണ്. അതെ, അതിന്റെ ഒരു ആലസ്യം, അങ്ങനത്തെ ഒരു ഇതുണ്ട്. രാഹു എന്ന് പറഞ്ഞാൽ എപ്പോഴും വക്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു നിഴൽ ഗ്രഹമാണ്. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാലും നമുക്കത് നടക്കാതെ വരിക. അതേപോലെ തന്നെ വളരെയധികം നമ്മുടെ ശരീരത്തിൽ നെഗറ്റിവിറ്റീസ് എപ്പോഴും ഉണ്ടാവും, ബാഡ് തിങ്കിങ്സ്. അതുപോലെ തന്നെ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതിന് എമറാൾഡ്, മരതകല്ലേ, മരതകം ചെറുവിരലില് 2.5 കാരറ്റ് അല്ലെങ്കിൽ 3 കാരറ്റ്. കൊളംബിയ എന്ന് പറയുന്നത് ശ്രീലങ്കന്റെ മരതകം വളരെ നല്ലതാ. അല്ല, അതിലുപരി നിങ്ങൾ ചെറുവിരലിൽ ഇടുമ്പോ അത് ബ്രെയിനിന്റെ മെമ്മറി പവറിനെ കൂടുതൽ അത് കൂട്ടും, തിങ്കിങ് പവർ കൂട്ടും, അതുപോലെ മെമ്മറി കപ്പാസിറ്റി വളരെയധികം കൂട്ടും. അപ്പൊ ഓട്ടോമാറ്റിക് ഇതൊരു നമ്മളൊരു ട്രീറ്റ്മെന്റും കൂടി അത്. കാരണം ഇപ്പൊ ഏത് ദേശക്കാർക്കും ഈ എമറാൾഡ് യൂസ് ചെയ്യാം. തണുത്ത ഒരു സ്റ്റോൺ അത്.
ആ ശരി. അപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, കൂടുതൽ നന്നായിട്ട് പഠിക്കാനും പറ്റും. താങ്ക്സ് സർ. ഓക്കെ, താങ്ക് ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. സർ, ഈ രത്നങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് ക്ഷേത്രത്തിൽ വെച്ച് ഇപ്പൊ 41 ദിവസം പൂജിക്കണം അല്ലെങ്കിൽ 21 ദിവസം പൂജിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? അല്ല, മതപരമായ ഒരു ചടങ്ങോടുകൂടി എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ മതക്കാരും അനുഷ്ഠിക്കാറുണ്ട്. ഇപ്പോൾ ഒരു രത്നമോതിരത്തിൽ മാത്രമല്ല, ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള 3 മതങ്ങളുണ്ട്. ഈ 3 മതങ്ങളുടെ ആദ്യത്തെ അക്ഷരം തന്നെ എടുത്തു കഴിഞ്ഞാൽ മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയുടെ ആദ്യത്തെ അക്ഷരം ഇപ്പോൾ ഹരി ഓം, ഹല്ലേലൂയ, ഹല്ലാഹു എന്ന് പറയുന്നതിന് 3 ഹായിൽ തുടങ്ങുന്നു. എല്ലാം ഈ ഒരു 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 വഴി കൂടെ പോകുന്നത് തന്നെയാണ്. ബിക്കോസ് ഈ പ്രാർത്ഥനയും രത്നങ്ങളും ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ രത്നത്തിൻ്റെ ക്വാളിറ്റി മോശമാണെങ്കിൽ ഏത് ക്ഷേത്രത്തിലോ എന്ത് ചെയ്തിട്ടോ കാര്യമില്ല. പിന്നെ ക്ഷേത്രങ്ങളിൽ ശ്രീചക്രം അതുപോലെ ഇരിക്കുന്ന ചില ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന ചില വിഗ്രഹങ്ങൾ, ശ്രീചക്രം എന്ന് പറഞ്ഞാൽ ബയോ പോസിറ്റീവാണ്, പിരമിഡിൻ്റെ ആകൃതിയാണ്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് കുറേ എനർജി സ്റ്റോർ ചെയ്യാൻ ഇതിന് കഴിവുണ്ട്. അപ്പം മെറ്റലും അതുപോലെ തന്നെ ചില രത്നങ്ങൾ സ്റ്റോണുകളിലൊക്കെ ഇപ്പോൾ കൃഷ്ണശീല അതേപോലെ പാതാള അഞ്ജനം, ഇപ്പോൾ ഓരോ സ്റ്റോണുകൾ അതുപോലെ ഇത് കുറേ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു പക്ഷേ പോസിറ്റീവ് എനർജി ഇതിലേക്ക് കൂടുതൽ കിട്ടുമ്പോൾ സ്റ്റോണിൻ്റെയും ഈ മെറ്റലിൻ്റെയും സപ്പോർട്ടോട് കൂടി വരുമ്പോൾ ഈ മനുഷ്യനിൽ പ്രകൃതിയുടെ 7 പ്രകാശവലയങ്ങളുണ്ട്. പ്രകൃതിയിൽ നിന്ന് 7 പ്രകാശവലയങ്ങളും അതുപോലെ തന്നെ 2 നിഴൽഗ്രഹങ്ങളുടെ വലയങ്ങളും നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മീതെ ബയോ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ എനർജിയും കൂടി സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വ്യക്തിക്ക് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ബിക്കോസ് ഇപ്പം ഇന്ന് കാണുന്നത് ഒരു സ്റ്റോൺ മേടിക്കുമ്പോൾ ആ സ്റ്റോണിനോടൊപ്പം ഒരു മന്ത്രവും എന്നും കാലത്ത് ജപിക്കാനുള്ള കാര്യങ്ങളും ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ സ്റ്റോണും ഈ മന്ത്രം മാത്രം ഇയാൾ ശ്രദ്ധിക്കും, ഇയാൾ ചെയ്യേണ്ട ഡ്യൂട്ടി മറക്കും. അതെ സർ, നമുക്ക് ഇതിലേക്ക് വരാം. സർ, ഒരു കോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് സുജാത. ഹലോ, കൊല്ലത്തുനിന്ന് വിളിക്കുന്നേ. ആരാണ്? സുജാത, കൊല്ലത്തുനിന്ന് അല്ലേ? സാറിനോട് സംസാരിച്ചോളൂ. ഹലോ, നമസ്കാരം. നമസ്കാരം, പറയൂ. എന്റെ ജന്മസമയം 1150 മലയാള മാസം ചിങ്ങ 23. അപ്പൊ 1974 സെപ്റ്റംബർ 8 കാർത്തിക നാള്. അപ്പോഴേ എനിക്ക് അനുയോജ്യമായ കല്ല് ഏതാണ്? ഓക്കെ, എന്ത് പർപ്പസ് ആണ് നമുക്ക് സ്റ്റോൺ കൊണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടത്? അല്ല, എനിക്കാണെങ്കിൽ ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല. 37 വയസ്സായി. ഓക്കെ, നമ്മൾ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഭീതി അതുപോലെ തന്നെ ടെൻഷൻ അങ്ങനെയുള്ള ടെൻഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ മെന്റലി സാറ്റിസ്ഫൈഡ് അല്ല ചുരുക്കത്തിൽ. ഓക്കെ, അപ്പം എപ്പോഴും ബോഡി ഹീറ്റ് ആവാറുണ്ടോ ഇങ്ങനത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും അതുപോലെ ഭാവിയെ കുറിച്ച്? അങ്ങനെയില്ല. ഓക്കെ, അപ്പൊ അതില് യെല്ലോ സഫയർ ഇല്ലേ, മഞ്ഞ പുഷ്യരാഗം, മഞ്ഞ യൂസ് ചെയ്തിട്ടുണ്ടോ അത്? മഞ്ഞ പുഷ്യരാഗം 2.5 കാരറ്റ്. ബാങ്കോക്ക് എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പേരാണ്. അവിടെ നിന്നുള്ള മഞ്ഞ പുഷ്യരാഗം 2.5 കാരറ്റ്. ഇൻഡെക്സ് ഫിംഗർ ചൂണ്ടുവിരലില് ഗോൾഡില് കെട്ടി ധരിക്കുക. അപ്പൊ നമ്മുടെ ശരീരം വളരെയധികം തണുക്കും ചെയ്യും. അതിലൊപ്പം നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും 2 മിനിറ്റ് നമുക്ക് ആലോചിക്കാനുള്ള സമയം, അതുപോലെ തന്നെ ഒരു സമാധാനം, ഒരു സ്വാതന്ത്ര്യം പോലെ നമുക്കൊരു സപ്പോർട്ട് ഈ സ്റ്റോണിൽ നിന്ന് കിട്ടും. തീർച്ചയായിട്ടും അത് ധരിച്ച റിസൾട്ട് വരും. പിന്നെ സാറേ, എന്റെ ഹസ്ബൻഡിന്റെ ആണെങ്കിൽ 1964 ഫെബ്രുവരി 10 ആണ്. ഇപ്പം നാള് പൂരാടം. നാളിലുപരി ഒരു വ്യക്തിയുടെ ശരീരഘടന, അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഫോൾട്ടുകൾ, ശരീരത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാണ്ട്. അപ്പൊ ഒരു നക്ഷത്രം മാത്രം നോക്കി നമുക്ക് ഒരു സ്റ്റോൺ ധരിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് വരില്ല. കാരണം ശരീരത്തിൽ എന്തെങ്കിലും ചൂടിന്റെ അസുഖങ്ങളോ അല്ലെങ്കിൽ തണുപ്പിന്റെ അസുഖങ്ങളോ ഒക്കെ, തണുപ്പെന്ന് പറയുന്നത് നമുക്ക് ഈ അലർജി അല്ലെങ്കിൽ എങ്ങനെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പൂരാട നക്ഷത്രത്തിന് സ്റ്റോൺ ധരിക്കുമ്പോൾ ഒരു പക്ഷെ അത് സപ്പോർട്ട് ചെയ്യണമെന്നില്ല, കൂടുതൽ ബുദ്ധിമുട്ടേ ആവുള്ളൂ. അപ്പൊ അതിന് കുറച്ച് വിശകലനം ചെയ്യാനുണ്ട് കേട്ടോ. ഇത് ആദ്യം ധരിക്കും നിങ്ങൾക്ക്, എന്നിട്ട് അതിന് റിസൾട്ടിനനുസരിച്ച് പിന്നീട് നോക്കും. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. സർ, നമ്മൾ രത്നങ്ങൾ ക്ഷേത്രത്തിൽ പൂജിക്കണോ? പിന്നെ അതുപോലെ തന്നെ രത്നങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ അവർ പറയാറുണ്ട് ഏതെങ്കിലും ഒരു
എന്താണ് സ്തോത്രം, മന്ത്രം മന്ത്രം ചൊല്ലണം എന്നൊക്കെ പറയാറ്. അതില് മന്ത്രം ചൊല്ലിനോണ്ടൊന്നും കുഴപ്പമില്ല. പണ്ട് കാലങ്ങളിലും ദൈവങ്ങൾക്ക് ജയ് വിളിച്ചിരുന്നു. ഇന്ന് രാഷ്ട്രീയക്കാരുടെ പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ജയ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സപ്പോർട്ടാണ് മന്ത്രങ്ങൾ. പക്ഷേ ഒരു വ്യക്തിയുടെ ലക്ഷ്യമാണ് പ്രധാനമായിട്ടുള്ളത്. ആ ലക്ഷ്യം മറന്നിട്ട് മന്ത്രം ചൊല്ലിയോണ്ടോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഒരു സ്റ്റോൺ ധരിച്ചത് കൊണ്ടോ ഒരു ക്ഷേത്രത്തിൽ പൂജ കൊണ്ട് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് രത്നത്തിൻ്റെ ക്വാളിറ്റി, ഇടുന്ന ആള് എന്തിനാണ് ഞാനിത് ഇടുന്നത്, ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഒരു 75% ഇദ്ദേഹം തന്നെ തീരുമാനിക്കണം കാര്യങ്ങളെല്ലാം. ഇപ്പോൾ കണ്ടകശനിയാണ്, 2 കൊല്ലം വളരെയധികം ബുദ്ധിമുട്ടാണ്. വാഹനം, അല്ലെങ്കിൽ ഒരു ജോത്സ്യനെ കണ്ടു കഴിഞ്ഞാൽ പറയും വാഹനം, അഗ്നി, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കണം. എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളും, കാരണം ഭൗതികമായി നമ്മൾ ജീവിക്കുന്ന വ്യക്തികൾ എക്കണോമിക്കലായിട്ട് എല്ലാ ദിവസവും ഡീൽ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും വാഹനത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ 3 ശ്രദ്ധിക്കാൻ പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഇതെല്ലാം മറന്ന് ഒരു എനർജി എന്ത് തരത്തിലാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതിലുപരി ഇത് 3 ബ്രേക്ക് ആയ ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ കാര്യം ജസ്റ്റ് 24 മണിക്കൂർ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ മന്ത്രം എന്നുള്ള കാര്യത്തിലുപരി നമുക്ക് മന്ത്രങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. അത് വിശ്വാസങ്ങൾ ഓരോ മനുഷ്യനും, ഇപ്പോൾ ഇസ്ലാമിക് വിശ്വാസത്തിലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസത്തിലും ജൈന, ബുദ്ധം എല്ലാ മന്ത്രങ്ങൾക്കും പവറുണ്ട്. അതൊന്നും നമ്മൾ നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത അത്രയധികം പവറുകളുള്ളതുണ്ട്. ഇപ്പം അമൃതവർഷിണി രാഗം തന്നെ മഴ പെയ്യിക്കാം. അതിൽ അക്ഷരങ്ങൾ മന്ത്രങ്ങളായിട്ട് വളരെ ബന്ധമുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് ഈ ഇപ്പോൾ ചില പരസ്യങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ഇത്ര രൂപ ഈ പാക്കേജ്, അല്ലെ 2500 രൂപയ്ക്ക് ഒക്കെയാണ് ഒരു റിങ് അടക്കം ഈ പാഴ്സലായിട്ട് വീട്ടിൽ വന്നിട്ട് പൈസ കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ആലോചിച്ചാൽ മതി ഇവരുടെ പ്രോഫിറ്റ്, സ്റ്റോണിൻ്റെ വാല്യൂ, അത് യൂസ് ചെയ്യുന്ന മെറ്റൽ, ഇതെല്ലാം എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന്. പിന്നെ ഈ മന്ത്രം കൂടി ആകുമ്പോൾ ഇദ്ദേഹം ലേസി ആവുക ചെയ്യുക. അപ്പോൾ ഏറ്റവും ആദ്യം ഇതൊക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായ നല്ലൊരു ഗൈഡൻസോട് കൂടി, സപ്പോർട്ടീവായിട്ട് ഗൈഡൻസോടുകൂടി. ഇപ്പോൾ ഒരു സ്റ്റോൺ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ടിനെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ തിരുവനന്തപുരത്ത് തന്നെ അതിൻ്റെ ലാബുണ്ട്. ഈ ലാബിൽ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. പക്ഷെ മന്ത്രം എന്നുള്ള സംഭവത്തിന് പവറുണ്ട്. പക്ഷെ ജെംസിൻ്റെ ക്വാളിറ്റിയും ഉപയോഗിക്കുന്ന ആളുടെ ലക്ഷ്യമാണ് പ്രധാന കാരണം. അത് അനുസരിച്ച് ഇതിന് റിസൾട്ട് വരിക. ശരി സർ, നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ഗൃഹപാഠം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.